വെരി ഈ സ്ട്രീം യാർഡ് ലിങ്ക് നിങ്ങൾക്ക് തുറന്നിരിക്കണം ഇവിടെ. നിങ്ങളോട് മുന്നേ അറിയിച്ച് പ്രഖ്യാപിച്ച ആ ലൈവ്, നിങ്ങൾ ആവശ്യപ്പെട്ട ലൈവ്, നിങ്ങൾ പറഞ്ഞ ലൈവ്, ഇതാ ഇവിടെ തുറന്നിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട് പറയാനുള്ളത് സാധാരണക്കാരോടാണ്. ഇവരുടെ ഈ പരിപാടികളിൽ, ഈ അല്പത്തരം പരിപാടികളിൽ വിളിക്കുന്ന ആളുകളോടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇവിടെ ആരോ പറയുന്നത് നിങ്ങൾ അവരെ വിളിച്ചൂടെ? ഞങ്ങൾ പരസ്യമായിട്ടാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചിട്ട് ഇപ്പൊ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ പരസ്യമായിട്ട് കുറെ ദിവസമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ വിളിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് കയറാൻ പറയാം. ഞാൻ നിങ്ങളോട് സംവദിക്കുന്ന സമയത്ത് തുല്യ സമയം വേണം. നിങ്ങൾ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടക്ക് നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്നുള്ളതൊക്കെ വളരെ മാന്യമായി എല്ലാവർക്കും വളരെ ലളിതമായ ഒരു ചർച്ചയുടെ അടിസ്ഥാന ആവശ്യം. പറയുന്ന കാര്യം പൂർത്തീകരിക്കാൻ സമ്മതിക്കുക. ഞാൻ പറയുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് ആള് പറയാന്നുള്ളത്. അപ്പൊ അത് സമ്മതിക്കുമെന്ന് ചോദിച്ചു. സമ്മതിക്കൂല. ഇതിന്റെ രീതി അങ്ങനെ ഇവിടെ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ മുപ്പര ചാനലിനെ പറ്റി മുപ്പരനെ പറയുന്നത് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരാൾ സംസാരിക്കുന്നതിൽ ഇന്ററപ്റ്റ് ചെയ്യുന്ന, ഇടപെടുന്ന ടൈപ്പ് ഓഫ് ചാനലാന്ന് പറയുന്നത്. ഇവിടുത്തെ രീതി പറഞ്ഞാൽ ഒരാൾ എന്താണോ പറയാൻ വരുന്നത്, ആ പറയാൻ വരുന്ന ആൾക്കാർ പറയാനുള്ള സമയം കൊടുത്ത് ഇന്ററപ്റ്റ് ചെയ്യാതെ, അതാണ് ഇവിടുത്തെ രീതി. അവിടെ നില്ലില്ലാകത്തെ നീ കുറെ നേരമായല്ലോ 1 മിനിറ്റ് തരും 1 മിനിറ്റ് തരും എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കട്ടെ, നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലേ. ഞങ്ങൾ നിനക്ക് തരുന്ന ഔദാര്യമാണ് നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഒരു മിനിറ്റ് എന്താ നിങ്ങൾ സഹോദര 1 മിനിറ്റ് തരാം. ഞങ്ങളുടെ ചാനൽ ഇതുകൊണ്ടാണ് വരാത്തതാണ് നിങ്ങൾക്കുള്ള ഒരു താങ്ക് യു. ഇതേ ഓടി കണ്ടമണി. എന്തായാലും ആരിഫ് വന്നില്ല, ലിയാഖത്ത് വന്നില്ല. പ്രതിനിധി എന്ന് പറഞ്ഞ് അദ്ദേഹം കള്ളം പറഞ്ഞാൽ ലിയാഖത്തലി ഡയറക്ടർ വിളിക്കും. ലിയാഖത്തലി ഇന്ന് വരുന്നുണ്ടോ? ലിയാഖത്തലി വരുന്നുണ്ടോ? ഇല്ല, അത്ര രണ്ടുള്ളൂ. നിങ്ങൾക്ക് പിന്നെ സാരിഫാണ് ലിങ്ക് അയച്ചത്. സാരിഫ് അയച്ചിട്ടുണ്ട്. സാരിഫിന്റെ ചാറ്റ് നോക്ക്. ഓക്കെ ഇപ്പൊ ഞാൻ അയക്കാം. അല്ലല്ല ലിങ്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരട്ടെ ആളുകൾ. ലിയാഖത്തലിക്ക് അയച്ച ലിങ്ക് കൂടെ നമുക്ക് ഇവിടെ കാണിക്കാവുന്നുണ്ട് അല്ലേ? അത് ചിലപ്പോ ഇനി വേറെ ഏതെങ്കിലും ആണോ അറിയില്ലട്ടോ. നമ്മളെ കയ്യിലുള്ള നമ്പറിൽ നമ്മൾ അയച്ചിട്ടുണ്ട്. നമ്മളെ കയ്യിലുള്ള നമ്പറിൽ അയച്ചിട്ടുണ്ട്. സാരിഫിന്റെ ഇതിലാണ് അയച്ചത്. ഒരു മിനിറ്റ് എന്താ പിന്നെ ഡയറക്റ്റ് അത് എന്തായാലും ഇപ്പൊ തന്നെ ഇവിടെ ഷെയർ ചെയ്യാം. ആർക്കയച്ചത് നോക്കാം. ഓക്കെ, ആ മെസ്സേജിൽ കാണിച്ചോ. ഒരു സെക്കൻഡ്. ഓക്കെ, ലിയാഖത്തലിക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കിട്ടിയില്ല എന്ന് വേണ്ട. ലിയാഖത്തലിക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. കയറോ നോക്കാം. ലിയാഖത്തലിന്റെ എന്നെ കിടക്കിടക്ക് വിളിക്കുന്ന നമ്പറിലേക്കാണ് അയച്ചത്. അതന്നെ നമ്പർ അറിയില്ല കേട്ടോ. അതെ, അയാള് ഇപ്പൊ നമ്മൾ ലിങ്ക് അയച്ച നമ്പറിന് മുമ്പ് കുറച്ച് ലിങ്ക് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലിങ്ക് കൊടുത്ത നമ്പർ വാസ് കറക്റ്റ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് ഞാൻ അയച്ച. ഇതല്ല വേറെ നമ്പർ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. 7736 കൊണ്ട് തുടങ്ങുന്ന 65 അവസാനിക്കുന്ന നമ്പറിലേക്കാണ് അയച്ചത്. ഓക്കെ, വ്യൂ ചെയ്തിട്ടുണ്ട്. ലിയാഖത്തലി കയറിയാൽ നമ്മൾ ആ സ്ക്രീൻഷോട്ട് കുറച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി ഓക്കെ ആവുകയാണെങ്കിൽ ഇപ്പൊ ഷെയർ ചെയ്യും. നമ്മൾ ലിയാഖത്തലിക്ക് ലിങ്ക് അയച്ചതും ലിയാഖത്തലി ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോ ലിങ്ക് അയച്ചതൊക്കെ ലിയാഖത്തലി വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് സംവാദം തുടങ്ങുകയാണ്. ലിയാഖത്തലി വന്നിട്ടുണ്ട്. നമ്മള് സംവാദം ഏതാനും സമയത്തിനുള്ളിൽ തുടങ്ങുന്നതാണ്. ലിയാഖത്തലിയുടെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഒന്ന് സംസാരിച്ചോക്കോ ലിയാഖത്ത്. ലിയാഖത്ത് ഓക്കെ ആണോ? വോയിസ് ഓക്കെ ആണോ? സംസാരിക്കുന്നു. മ്യൂട്ടാണ്. എന്നെ കേൾക്കാലോ അല്ലെ? കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാണ്. വെരി ഗുഡ്. ഒരു മിനിറ്റ് വേറെ വിശദീകരണങ്ങളൊന്നും ഇല്ല. ഞാൻ വന്നിട്ടല്ലോ, ഒരു അതിഥി വന്നതല്ലേ. ഒരു കുശലം പറയണ്ടേ? നമ്മളൊരു കുശലം പറയണ്ടേ? നിങ്ങളൊരു കുശലം പറയണ്ടേ? 1 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ. എന്തുകൊണ്ടാണ് UA ടീമുമായി ഒരു സംവാദം സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞത്? ഇതാണ് തെളിവ്. എന്തുകൊണ്ട് UA ടീമുമായി ഓൺലൈൻ സംവാദം സാധ്യമല്ല എന്നതിന്റെ തെളിവാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ കണ്ടതും കേട്ടതും.
ഈ തുടക്കത്തിൽ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞതും എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഇടാം. നിങ്ങൾ എന്നെ ഈ ഇന്ന് നടക്കുന്ന ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ടാളും ബഹളം വെക്കല്ലേ? നിങ്ങൾ അവിടെ ബഹളം വെക്കാതെ നല്ല ജനാധിപത്യ മര്യാദയിൽ സംവാദം നടത്തുന്ന മിടുക്കന്മാരല്ലേ? ഓ തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും സംവാദത്തിന് തയ്യാറുണ്ട്. സംവാദത്തെ കുറിച്ച് ചർച്ച ഒരു മിനിറ്റ് അങ്ങനെയല്ലല്ലോ. അതിനാണ് ഇപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണോ? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് നിങ്ങൾ എന്നെ സംവാദം, ഇന്ന് ഇങ്ങനെ ഒരു സംവാദം നടക്കുന്നതായിട്ട് UA ടീമിന്റെ ഏതെങ്കിലും പ്രതിനിധികൾ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തൊരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നോ ഇല്ലേ? വെറുതെ ഡയലോഗ് മാത്രം പറയാം. ഉണ്ടായിരുന്നോ ഇല്ലേ? അത് പറയാം. അതിന്റെ ഇടയിൽ സംസാരിക്കരുത്. ലിയാഖത്ത് അലിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മറ്റൊരാളോട് ചോദിക്കാതെ പോസ്റ്റ് അടിക്കാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ലിയാഖത്ത്. എന്റെ പേരിൽ എന്നോട് ചോദിക്കാതെ ഒരു പോസ്റ്റ് അടിച്ചിട്ട് കോഴിക്കോട് എന്തോ പരിപാടി നടക്കുന്നു. ലിയാഖത്ത് അലി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ആയിട്ട് ഞാൻ സംവദിക്കുന്നുണ്ട്. 5-ാം തീയതി തന്നെ എറണാകുളത്ത് ആരിഫ് ഹുസൈനുമായിട്ട് ഞാൻ സംവദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എമു അണ്ടിമുക്കിലുള്ള പിന്നെ മറ്റെന്താ ഷാജിയായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് സംവദിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഓരോരുത്തർക്കും പേരിടാതെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കീഴ്വഴക്കമാണ് ചോദിക്കാതെ പേരിടാം എന്നുള്ളത്. നിങ്ങൾ ഉണ്ടാക്കിയ കീഴ്വഴക്കാണ്. അതുകൊണ്ട് ലിയാഖത്ത് അലിയെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിക്കുകയാണെന്ന് നിങ്ങൾ എന്റെ പേരിട്ടത് എന്നോട് ചോദിക്കാതെയാണ്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാതെ ഞങ്ങളും പേരിട്ടു, അത്രമാത്രമേ ഉള്ളൂ. മാത്രമല്ല നിങ്ങളോട് ചോദിക്കാതെ മാത്രമല്ല, ആരിഫ് ഹുസൈൻ പറഞ്ഞു ഞാനും ലിയാഖത്ത് അലിയും അതേപോലെ ഷിഹാബുദ്ദീനും തയ്യാറാണ് എന്ന്. മ്യൂട്ടഡ് ആണ്. നിങ്ങൾ എന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത് നുണയാണ്. നിങ്ങളും ഞാനും തമ്മിൽ ഒരു സംവാദം നടക്കാൻ പോകുന്നു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അബ്ദുള്ള ബാസിൽ സംവാദത്തിന് തയ്യാറായി പറഞ്ഞുതരാം. പോസ്റ്റർ മലയാളം വായിക്കാൻ അറിയില്ലേ? മലയാളം വായിക്കാൻ അറിയില്ലേ? നിങ്ങൾ ഉടായിപ്പുകളാണ്, നിങ്ങൾ ഉടായിപ്പുകളാണ്, നിങ്ങൾ നുണകൾ പറയുന്നവരാണ്, നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്നവരാണ്. നിങ്ങൾ സംവാദത്തിന് തയ്യാറില്ല. ഓൺലൈൻ സംവാദം നിങ്ങളുമായിട്ട് സാധ്യമല്ല. നിങ്ങൾ അരമണിക്കൂറുകൊണ്ട് സംവാദത്തിന് തയ്യാറില്ലെങ്കിൽ വളരെ ബഹുമാനപൂർവ്വം നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് കയറി എന്തൊക്കെയോ പറയാനുള്ള അതിനുള്ള വേദിയല്ല. നിങ്ങൾ ഈ അരമണിക്കൂർ ഒരു മണിക്കൂർ ലൈവ് പറയാനുള്ള വേദിയല്ല. ഒരു മണിക്കൂർ മുഴുവൻ നടത്താൻ വേണ്ടി പ്രത്യേകം ഷെഡ്യൂൾ ലൈവാണ്. നിങ്ങൾ നിങ്ങളുടെ കാണികളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ കാണികളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കാണികളെ കബളിപ്പിക്കുകയാണ്. സംവാദത്തിന് ഗഡ്സുണ്ടെങ്കിൽ 25-ാം തീയതി പരിപാടിയിലേക്ക് വരാം. അല്ലെങ്കിൽ മാറ്റണോ ഇനിയൊന്നും സംബന്ധിച്ചു പോകാൻ ധൈര്യമില്ലല്ലേ? നിങ്ങൾ വിടുന്നില്ലല്ലോ. പറയും പറ്റും. സംവാദം 4 ആൾ കൂടുന്ന നീ ബാസിലിന് ചങ്കൂറ്റമുണ്ടെങ്കിൽ, ബാസിലിന് ഖുർആനിന്റെ കാര്യത്തിൽ ഇസ്സത്തുണ്ടെങ്കിൽ, ബാസിലിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, പൊതു ഇടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഹാസ്യമായിട്ട് അതിനുള്ള ആംബിയർ ഉണ്ടെങ്കിൽ ഡേറ്റ് തീരുമാനിക്കുക. ഇനി ഞങ്ങൾക്ക് പബ്ലിസിറ്റി ആവുമ്പോഴാണെങ്കിൽ അപ്പൊ ആവട്ടെ. ഇത് പറയാനാണ്. ഇനി നിങ്ങൾ പറഞ്ഞ നുണകൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ടുള്ള വിശദീകരിക്കും. ഇതൊക്കെ ഞങ്ങൾ മാറ്റിവെക്കാം. ഇതൊക്കെ ഞങ്ങൾ ഒന്നുമില്ല. ശരി, രേഖകൾ കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ ലിയാഖത്തെ രേഖകൾ കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ പേടിക്കണ്ട. ഞാൻ രേഖകളൊക്കെ മാറ്റിവെച്ചു. ഇതാണ് ഇയാൾ ഇറക്കിയ ഫോട്ടോ. അതാ കണ്ടില്ലേ? കോഴിക്കോട് വെച്ച് 5-ാം തീയതി ഇസ്ലാമിലും ആധുനികതയിലും എന്ന പേരിൽ അബ്ദുള്ള ബാസിൽ സംവാദം എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇങ്ങനെ ഉറപ്പില്ലാതെ മറ്റുള്ളവരുടെ പേരിൽ കള്ളങ്ങൾ പറച്ചുവിടുന്ന നിനക്ക് സത്യസന്ധതയാണെങ്കിൽ പോസ്റ്ററിന്റെ പൂർണ്ണ രൂപം കാണിക്കേ. എവിടേക്കായി മറച്ചു വെക്കുന്നത്? എവിടേക്കായി കട്ടുമുറിക്കുന്നത്? ഇപ്പൊ നീ കാണിച്ച പോസ്റ്ററിന്റെ, ഇപ്പൊ ബാസിൽ കാണിച്ച പോസ്റ്ററിന്റെ പൂർണ്ണ രൂപം കാണിക്കേ. പൂർണ്ണ രൂപം കാണിക്കേ ബാസിലെ. നിങ്ങൾക്കെല്ലാം അറ്റം ചെത്തിയ പരിപാടിയാണല്ലോ. നിങ്ങളൊക്കെ അറ്റം ചെത്തിയ പരിപാടിയാ. നിങ്ങൾ പൂർണ്ണമായിട്ട് കാണിക്കുക. ഇപ്പൊ നിങ്ങൾ കാണിച്ച പോസ്റ്ററിന്റെ പൂർണ്ണ രൂപം കാണിക്കുക ബാസിലെ.
സംവാദത്തിന് ബാസിലിനെ വെല്ലുവിളിക്കുന്നു. സംവാദത്തിന് ബാസിലിനാണ് ബാസിലെ ഒളിച്ചിരിക്കുന്ന ബാസിലെ പേടിക്കുന്നു. നീ പോസ്റ്ററിന്റെ പൂർണ്ണരൂപം കാണിക്കുക ആദ്യം. ഇപ്പൊ നീ കാണിച്ച പോസ്റ്ററിന്റെ പൂർണ്ണരൂപം കാണിക്കുക. പൂർണ്ണരൂപം കാണിക്ക് ബാസിലെ, കാണിക്ക് ബാസിലെ, ഉഡായിപ്പ് ബാസിലെ. പൂർണ്ണരൂപം പോസ്റ്ററിന്റെ പൂർണ്ണരൂപം കാണിക്ക് ബാസിലെ, പോസ്റ്ററിന്റെ പൂർണ്ണരൂപം കാണിക്ക് ബാസിലെ. എടുക്കാനുള്ള പണിയുള്ളൂ. അതിനൊരു ഇതേ ഉള്ളൂ. ഞങ്ങളും സംവാദത്തിൽ കാണിക്ക് ബാസിലെ. അത് അറ്റം ചെത്തി അങ്ങനെ ശരിയാവും. എല്ലാ അറ്റം ചെത്തി അങ്ങനെ ശരിയാവും. പൂർണ്ണരൂപം കാണിക്കും. സംവദിക്കുമോ ഇല്ലേ? പൂർണ്ണരൂപം കാണിക്ക് ബാസിലെ ആദ്യം. അബ്ദുള്ള ബാസിലിനെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. എവിടേക്കത് പോകുന്നത്? പോസ്റ്ററിന്റെ പൂർണ്ണരൂപം കാണിക്കുക. ഇതാണ് ഞങ്ങൾ കാണിച്ച. ഇതല്ല പോസ്റ്റർ, ഇതല്ല പോസ്റ്റർ, ഇതല്ല പോസ്റ്റർ, ഇതല്ല പോസ്റ്റർ. ഞാൻ അയച്ചുതരാം. പോസ്റ്റർ ഫേസ്ബുക്കിൽ നോക്ക് സുഹൃത്തെ. ഉരുളല്ലേ ബാസിലെ, അപ്പുറത്ത് മാറ്റ് ബാസിലെ, ബേജാറ് മാറ്റ് ബാസിലെ. പ്രഖ്യാപിച്ച വീഡിയോ പോസ്റ്റഡ് പരിപാടി പ്രഖ്യാപിച്ച പോസ്റ്റഡ് ബാസിലെ പരിപാടി അതിനിപ്പുറത്തുള്ളത് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണിക്ക് ബാസിലെ. എന്തായി ബേജാറ്? ജനാധിപത്യ മര്യാദയിൽ സംവാദം നടത്തുന്നവരല്ലേ? പോസ്റ്റർ കാണിക്കൂ. താങ്കളുടെ വീഡിയോയിൽ താങ്കൾ തമ്മിൽ അബ്ദുള്ള ബാസിൽ അബ്ദുള്ള ബാസിൽ വെച്ച ആളാണ്. അബ്ദുള്ള ബാസിൽ നുണയാനാണ്. ഈ അരമണിക്കൂർ ഇവിടെ സംവാദത്തിന് വരും എന്ന് പറഞ്ഞിട്ട് ഓക്കെ. ഇതാ മറ്റേ വീഡിയോയിൽ പറഞ്ഞാൽ ബാസിൽ വന്നാൽ സംവാദം, ബാസിൽ പേടിച്ചോടിയാൽ തെരുവ് വിചാരണ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ, തൊട്ട ദിവസം ഇതാ ഇവിടെ കോഴിക്കോട് ദിവസം മേലെ നേരത്തെ കാണിച്ചു ഇതാ. പിന്നെ കോഴിക്കോട് ദിവസം, അതേപോലെ തന്നെ സംവാദം, അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും. ഇത് കൊടുത്തത് അപ്പൊ നുണയായിരുന്നു. മറ്റേതിൽ കൊടുത്തത് പിന്നെ ചോദിക്കാൻ ഇത് പരിപാടിയുടെ പ്രഖ്യാപനമല്ലല്ലോ. ഇത് പരിപാടിയുടെ പ്രഖ്യാപനമല്ലല്ലോ. ഇത് നിങ്ങളെ ഉസ്താദ് ഇറക്കിയ ഫത്വയിനുള്ള മറുപടിയല്ലേ? എന്റെ പരിപാടി ഉണ്ടല്ലോ ബാസിലെ, ഇല്ലേ? ഇതുപോലെ നുണയും മാത്രമാണ് ബാസിന്റെ കയ്യിലുള്ളത്. ബാസ് അതല്ല, അല്ല സുഹൃത്തെ. താങ്കളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്ഥലം പ്രഖ്യാപിച്ചു, ആളെ പ്രഖ്യാപിച്ചു, വിഷയം പറഞ്ഞു. കേൾക്കണം. എന്താണ് വീഡിയോയിൽ പറഞ്ഞതെന്ന് കേൾക്കണം. 1.5 മണിക്കൂർ ഇവിടെ പലതും ചെയ്യാണ്ട്. ഇതാണ് നിങ്ങൾ, നിങ്ങൾ ഈ സംവാദം തുടങ്ങുന്നതിന് മുൻപ് ഈ സംവാദം ഇന്ന് നടക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാസിലിനെ വിളിച്ചിരുന്നല്ലോ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ ബാസിലിനെ വിളിച്ചില്ലേ? ബാസിലെ ഓൺലൈനിൽ സംവാദത്തിന് വരാൻ പറഞ്ഞു. ഓൺലൈനിലല്ലോ, ഞാൻ ഫോൺ വിളിച്ചപ്പോ കട്ട് ചെയ്ത് ഓടിപ്പോയതല്ലേ ചെയ്ത് ബാസിലെ? ആ സംവാദത്തിന് ഓൺലൈനിൽ വരിക, വേറെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സംവാദത്തിന് വേണ്ടി ഞാൻ സംവാദത്തിന് ക്ഷണിക്കാൻ സംവാദത്തിന് ഇപ്പൊ അത് പറയാം. ഇപ്പൊ നീ എന്ത് ചെയ്തു? ഒറ്റ മിനിറ്റ് ഇങ്ങനെ വളവള സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്തായാലും ഇവിടെ ജോയിൻ ചെയ്തു. നിന്റെ നെറ്റിനൊരു കുഴപ്പമില്ല, എന്റെ കറണ്ടിനൊരു കുഴപ്പമില്ല, എന്റെ വരുമാനമാണ് ഞങ്ങൾ തരുകയും ചെയ്യാം. ഇപ്പൊ ഒന്ന് സംവാദത്തിന് തയ്യാറാവും. ദയവ് ചെയ്ത് ഒന്ന് സംവാദത്തിന് തയ്യാറാവും. ആളുകൾ കാത്തിരിക്കുകയാണ്. നമ്മളെ വെറുതെയുള്ള നിനക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പോയി നിന്റെ ചാനലിൽ പോയി പറഞ്ഞോളൂ. പക്ഷേ സംവാദത്തിന് ഇവിടെ കയറി വന്നിട്ടെങ്കിലും ഒന്ന് തയ്യാറാവും. ലിയാഖത്തിന് കാര്യം മനസ്സിലാക്കണം. ഈ ചാനൽ പറഞ്ഞ ലിയാഖത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ലിയാഖത്തിന് 1.5 മണിക്കൂർ ഇതുപോലെ ഇങ്ങനെ പറയാനുള്ള ചാനലല്ല. ഈ ചാനൽ ഈ ലൈവ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഈ 8000 ആളുകളോടെ വന്നിട്ടുള്ളത് താങ്കളും ബാസിലുള്ള ഡിബേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഡിബേറ്റിന് തയ്യാറാണോ? ഒരു ചോദ്യം, അതിനെക്കുറിച്ച് മോഡറേറ്ററോട് ഒരു ചോദ്യം, ഒറ്റ ചോദ്യം, മോഡറേറ്ററോട് മാത്രം, ബാസിൽ മിണ്ടരുത്. ഓക്കെ, ഇങ്ങനെ ഒരു സംവാദത്തിൽ ലിയാഖത്ത് പങ്കെടുക്കുന്നു എന്നത് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത്?
താങ്കൾ എങ്ങനെയാണോ മറ്റേ ഡിബേറ്റിൽ അബ്ദുൽ ബാസിത്ത് പങ്കെടുക്കാൻ തീരുമാനിച്ചത് ആരിഫ് പറഞ്ഞു എന്നല്ലേ? ആരിഫ് ലിയാഖത്ത് ഓൺലൈനിൽ പങ്കെടുക്കുന്നു പറഞ്ഞു എന്നല്ലേ? ശരി, കേൾപ്പിക്കും. ആരിഫ് പറഞ്ഞത് ഞങ്ങൾ 3 പേരുണ്ട്. ഷിഹാബുദ്ദീൻ മേത്തർ ഓൺലൈനിൽ വരാമെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ ഇവിടെ എന്റെ അടുത്ത് നടക്കില്ല. അതുകൊണ്ടാണ് നിനക്ക് ഓൺലൈന്, അതുകൊണ്ടേ ഓൺലൈൻ പറ്റുള്ളൂ. അതായത് ബന്ധപ്പെട്ട് സംസാരിക്കാൻ അനുവദിക്കാത്ത ആ അതിയായ ആഗ്രഹമുള്ള അത്രയും കോൺഫിഡൻസോടുകൂടി താങ്കളുടെ കയ്യിൽ റെഫറൻസ് ഉള്ള, താങ്കൾ പഠിച്ച, താങ്കൾ പറയാൻ തയ്യാറുള്ള ആ വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ താങ്കൾക്ക് നെറ്റിനൊരു പ്രശ്നമല്ല, വോയിസിനൊരു പ്രശ്നമല്ല, ഇന്റർനെറ്റിന് പ്രശ്നമല്ല, ഇവിടെ ഡിബേറ്റ് നടത്താനുള്ള ആംബിയർ ഉണ്ടോ, ധൈര്യം ഉണ്ടോ? എന്റെ വെയിറ്റ് ചെയ്തോ. മോഡറേറ്റർ ഒരു കാര്യം മോഡറേറ്റർ സംസാരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അവർക്ക് ഭയമാണ്, നിങ്ങൾക്ക് ഭയമാണ്. മോഡറേറ്റർ സംസാരിക്കാൻ സമ്മതിക്കാതെ ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഡിബേറ്റ് ചെയ്യാം. നല്ലൊരു മനസ്സിലായി ഈ നിലപാട് നിങ്ങൾക്ക് പറ്റിയാണ്, നിങ്ങൾക്ക് പറ്റിയാണ്. ബാസിനെ പേടിച്ച് മൂത്രമൊഴിക്കും. ബാസിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അഴിമത്ത വിഷയം ചർച്ച ചെയ്യാൻ വന്നാൽ ബാസിൽ സ്റ്റേജിൽ മൂത്രമൊഴിച്ചിരിക്കും. തന്റെ അത്രേ പറ്റൂ, മൂത്രമൊഴിക്കാതെ ഇറങ്ങിയാൽ പറയാൻ ഇവിടെ വരാട്ടോ. ഒരു അരമണിക്കൂർ വേണമെങ്കിൽ തരാം. ഇവിടെ വന്നിരിക്കാം, ഇവിടെ കണക്ക് വേണമെങ്കിൽ മൂത്രമൊഴിക്കുന്ന കാണാം. ഓൺലൈൻ തന്നെ വേണമെന്നുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് പോര്. ആ കാണുന്ന സീറ്റ് അത് ഹിലാലിന്റെ നല്ലത്. അപ്പൊ നമുക്ക് അങ്ങനെ കോഴിക്കോട് കാണാം. കോഴിക്കോട് കാണാം. ഈ സംവാദവുമായി ബന്ധപ്പെട്ട് ഇവിടെ തയ്യാറുണ്ടോ ഇല്ലേ, തയ്യാറുണ്ടോ ഇല്ലേ, യെസ് ഓർ നോ. ഹദീസ് പറഞ്ഞ എന്തോ ആയിപ്പോകും. ഇതാ എല്ലാ ഈ വർത്താനല്ലാതെ അതിനകത്ത് എന്താണ് ബാസിലെ? കേരളത്തിൽ ഇസ്ലാമിക പ്രവർത്തകരുടെ തട്ടിപ്പുകൾ, നീ നടത്തിയിരിക്കുന്ന തട്ടിപ്പുകൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് നിന്റെ മുമ്പിൽ വായിച്ചാൽ ലിയാഖത്തലയെ നിനക്ക് പിന്നെ വേറെ ഓൺലൈൻ ബിസിനസ്സുകൾ നടക്കൂല. നിന്റെ ബിസിനസ് 5-6 ചാനൽ തുടങ്ങി കുറെ വരുമാനം ഉണ്ടാക്കുന്നു വിചാരിച്ചില്ലേ? അത് നടക്കില്ല. കാരണം ഇതാ നിന്റെ റെഡിയാണ്. പറയുന്ന കാര്യങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇപ്പോൾ തയ്യാറാവുക, സംവാദത്തിന് തയ്യാറാവുക. ഇല്ലെങ്കിൽ ഓടുക. ലൈവായി ലിയാഖത്തലി ഓടുന്നത് നമുക്ക് കാണേണ്ടി വരും. ലൈവായി സംവാദത്തിൽ ഓടുന്നത് 7800 ആളുകൾ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദ്യമാണ്. നാണോ മാനോ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോ ഈ സമയത്ത് താങ്കൾക്ക് ലൈവിന് സംവാദത്തിന് വരാം. താങ്കൾ കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞ വിഷയമാണ്. താങ്കൾ വർഷങ്ങളോളം കാത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്ന വിഷയമാണ്. ഞാൻ ഈ വിഷയം ഇസ്ലാമിസ്റ്റുകളെയും ബാസിലിനെയും UN ഒക്കെ ഇല്ലാതാക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ താങ്കൾ ഓൺലൈൻ ഡിബേറ്റിന് വരാൻ പറഞ്ഞ കാരണങ്ങളൊന്നും, വരാതിരിക്കാൻ പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലാതെ നെറ്റ് പ്രശ്നമില്ല, കറണ്ട് പ്രശ്നമില്ല, മൈക്ക് പ്രശ്നമില്ല, താങ്കൾക്ക് വരാൻ ധൈര്യം ഉണ്ടല്ലോ. മനസ്സിലായോ? നിങ്ങളുടെ ജനുവരി 5-ന് ഇസ്ലാമിക ന്യായവാദങ്ങളുടെ അന്ത്യം കോഴിക്കോട് നടക്കും. ഒരു സംശയം വേണ്ട. മനസ്സിലായോ? ഇരിക്കുന്നവന്മാരുടെ വഷളഗിരി ഒരു സംവാദ പരിപാടി സംഘടിപ്പിക്കുന്ന സംവാദ പരിപാടി
മോഡറേറ്റർ ഒരു മിനിറ്റ് സംസാരിക്കാൻ അത് കേൾക്കാൻ കേൾക്കാത്ത മോഡറേറ്ററോ ഒച്ചയെടുക്കുന്ന ബാസിലും കൂടിയാൽ എന്റെ തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, സൗമ്യമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ പോലെയാണ്, മനസ്സിലായോ? നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി വന്നതാ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ബാസിലെ. നീ ഇവിടെ ഇത്ര നേരം പറഞ്ഞത് മുഴുവൻ നുണയാണ്. ഷിഹാബുദ്ദീനെ കുറിച്ച് പറഞ്ഞത് നുണ, ഷിഹാബുദ്ദീനെ കുറിച്ച് പറഞ്ഞത് നുണ, ആയിഷയെ കുറിച്ച് പറഞ്ഞത് നുണ, എന്നെ കുറിച്ച് പറഞ്ഞത് നുണ. വിശ്വാസികളെ വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന മതക്കച്ചവടക്കാർ മാത്രമാകുന്നു നിങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റെഡിയാണോ? അബ്ദുള്ള ബാസിൽ എന്ന ഞാൻ ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയുമായി സംവാദത്തിന് ഇപ്പോൾ എല്ലാ നിലക്കും പൂർണ്ണ കോൺഫിഡൻസോടുകൂടി തയ്യാറാണ്. നെറ്റ് ഉണ്ടോ? നെറ്റ് ഉണ്ട്. കറണ്ട് ഉണ്ടോ? കറണ്ട് ഉണ്ട്. മൈക്ക് ഉണ്ടോ? മൈക്ക് ഉണ്ട്. ഓക്കെ, ഇനി ലിയാഖത്ത് അലി സംവാദത്തിന് തയ്യാറാണോ? സംവാദത്തിന് ഒരാളെ സംവാദത്തിന് വിളിക്കേണ്ടുന്ന മര്യാദ എന്താണ്? മോഡറേറ്റർ മറുപടി പറ. മോഡറേറ്ററെ എങ്ങനെയാ? എന്താ സംവാദം എന്ന് പറഞ്ഞാൽ? എന്താ സംവാദം മോഡറേറ്ററെ? എന്താണ് മോഡറേറ്ററെ സംവാദം എന്ന് പറഞ്ഞാൽ? എന്താണ് മോഡറേറ്ററെ സംവാദം എന്ന് പറഞ്ഞാൽ? അറിയില്ല. ഇല്ല പറഞ്ഞ ഓഫ്ലൈൻ സംവാദം വ്യക്തമായ സമയം നിശ്ചയിച്ച് സംവദിക്കുന്നതിനാണ് സംവാദം എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആരൊക്കെയാണ് സംവദിക്കുക? തയ്യാറാണോ? ആരൊക്കെയാണ് സംവദിക്കുക? ഒരു മിനിറ്റ് പറഞ്ഞു. എനിക്ക് ഓൺലൈൻ സംവാദം അറിയില്ല, അത് പഠിക്കാൻ വന്നതാ. പറ. ഇപ്പൊ തയ്യാറല്ല. ആരൊക്കെയാണ് സംവദിക്കുക? ആരൊക്കെയാണ് സംവദിക്കുക? ആരൊക്കെയാണ് സംവദിക്കുക? മോഡറേറ്ററെ, ആ ബുറാക്കും കൊണ്ടുവാ, ഞാൻ വരാം. ബുറാക്കും കൊണ്ട് പെട്ടെന്ന് അല്ല, അങ്ങോട്ട് പോര്, ബുറാക്കിലോട്ട് പോര്. ഞാൻ ഇപ്പൊ തന്നെ വരാം സ്റ്റുഡിയോയിലേക്ക്. വാ. അല്ല, നിങ്ങളെ സ്റ്റുഡിയോക്ക് ഞാൻ വരാം. ബുറാക്ക് കൊണ്ട് ഞാൻ വരണ്ടേ? ഞാൻ വരണ്ടേ? മോഡറേറ്ററോട് ഒരു ചോദ്യം. ഓൺലൈൻ സംവാദം എന്താണ് മോഡറേറ്ററെ? ഓൺലൈൻ സംവാദം എന്താണ് മോഡറേറ്ററെ? പറ. അത് കേൾക്കുന്ന ആൾക്കാർ പഠിക്കട്ടെ. എന്താണ് ഓൺലൈൻ സംവാദം? എന്താണ് ഓൺലൈൻ സംവാദം? താങ്കൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലല്ലേ, ആ ഇരിക്കുന്ന സമയത്ത് സമയം തരാം, സമയത്ത് സംവാദിക്കാനുള്ള വിഷയം സംവദിക്കാം. ഓക്കെ, അപ്പൊ ഈ സംവാദകർ തമ്മിൽ സമയം തീരുമാനിക്കുന്ന ആരാണ് മോഡറേറ്ററെ? മോഡറേറ്ററെ ആരാണ് സംവാദത്തിന് തീരുമാനിക്കുന്നത്? നിങ്ങൾ എന്നെ സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ടോ മോഡറേറ്ററെ? നിങ്ങൾ എന്നെ സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ടോ മോഡറേറ്ററെ? ഈ സംവാദവുമായി ബന്ധപ്പെട്ട നിങ്ങൾ എന്നെ സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ടോ മോഡറേറ്ററെ? എന്നെ സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ടോ മോഡറേറ്ററെ? ഇപ്പൊ വന്നില്ലേ? ഒന്ന് തയ്യാറാവ്. ഒരു മിനിറ്റ് അവിടെ ഇരിക്കു ബാസിലെ. നീ ഞാൻ ചോദിക്കട്ടെ. ഞാനൊന്ന് ഉരുളട്ടെ. മാത്രല്ല ഇത്ര കാലം ഉരുണ്ടത്. ഞാനൊന്ന് ഉരുണ്ടോക്കട്ടെ, എന്താ സംഭവിക്കുക? സ്റ്റുഡിയോയില് നിന്റെ സ്റ്റുഡിയോയിൽ ഞാനൊന്ന് ഉരുളട്ടെ. എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ സംവാദത്തിന് എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ബാസിൽ നോണ പറഞ്ഞില്ലേ ഇവിടെ? അബ്ദുള്ള ബാസിലെ അയച്ചിട്ടില്ല. നോണ പറയല്ലേ ബാസിലെ? അബ്ദുള്ള ബാസിൽ അയച്ചിട്ടില്ല. അബ്ദുള്ള ബാസിൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞു. ആരാണ് സാരിഫ്? താങ്കളുടെ ഏതൊക്കെ വീഡിയോ അറിയോ? താങ്കളുടെ സംവാദ പേടിയിൽ നവതാരങ്ങളുടെ കൂട്ടുകെട്ടിൽ സംവാദത്തിന് ധൈര്യമില്ല, പേര് പറയാൻ പോലും മടി എന്നിത്യാദിയുള്ള താങ്കളുടെ യൂട്യൂബ് ലിങ്കുകൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഏത് നമ്പറിലേക്ക് എപ്പോൾ ആരയച്ചു സുഹൃത്തെ? യു എ ടീമിന്റെ പ്രതിനിധിയായിട്ട് എന്നെ സംവാദത്തിലേക്ക് ക്ഷണിക്കുകയും എനിക്ക് ഈ സമയം ഓക്കെ ആണോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ? താങ്കൾക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. താങ്കൾ ലിങ്കിന് എന്ത് ലിംഗം ബാസിലെ? എന്ത് ലിംഗം?
ഈ ലിംഗം മാത്രം എന്ത് നുണ പറയേ, ഇങ്ങനെ പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ല. വിശ്വാസികളെ പറ്റിക്കുന്നവരാണ്. ഇത് വളരെ മാന്യമായിട്ടുള്ള ഓഡിയൻസ് ആണ്. ഇവിടെ താങ്കളുടെ ലിങ്ക് എന്ന് പറയുമ്പോ അപ്പുറത്ത് അതും ഇതോ കേൾക്കുന്ന ടൈപ്പ് ഓഫ് വർത്താനം പറയാനുള്ള താങ്കളുടെ ആ തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കാനുള്ള പറയാനുള്ള ഒരു സമയമല്ലത്. ഇതാണ് നമ്മള് താങ്കൾക്ക് അയച്ചിട്ടുള്ള പിന്നെ ലിങ്ക് എന്ന് പറയുന്നത്. 7 മണിക്കാണ് അടിമത്തം ഇസ്ലാമും ആധുനികതയിലും എന്ന സംവാദം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. താങ്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. റിഗാർഡ്സ് UA എന്ന് കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ പിന്നെ ഉണ്ട്, അത് നമുക്ക് അടുത്തൊരു മിനിറ്റ്. ഞാൻ അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, താങ്കളുടെ കുറെ ഡയലോഗുകളുടെ കുറെ എന്താ പറയാ റിപ്ലൈകൾ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ബാസിലെ ഇങ്ങനെ 100 കണക്കിന് മെസ്സേജ് വരും, അതിന് നമുക്ക് പറ്റുന്ന മെസ്സേജ് റിപ്ലൈ ആക്കും. ഇതിൽ UA ടീമിന്റെ സംവാദത്തിന് UA ടീം നിശ്ചയിച്ചു കൊടുത്ത കോർഡിനേറ്റർ എന്ത് റിഗാർഡ്സ് UA എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? UA ടീം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു പരിപാടി നടത്തുന്ന വിവരമാണ് അറിഞ്ഞിട്ടുള്ളത്. ഞാനുമായിട്ടുള്ള സംവാദമാണോ? താങ്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ എന്റെ മിസ്റ്റേക്കാണ്. ജാനുവരി 5 പരസ്യ സംവാദം നടക്കുന്നുണ്ട്. ബാസൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വരണം, നമുക്ക് അവിടെ കസേര തയ്യാറായിട്ടിരിക്കും. ഓക്കെ, എങ്ങനെയാണുള്ള സംവാദത്തിന് പറ്റൂല. സ്റ്റുഡിയോ അങ്ങോട്ട് വന്നുള്ള സംവിധാനമല്ല സഹോദരൻ, ക്ഷമിക്കണം. സ്റ്റുഡിയോ അങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനം ഇപ്പൊ നിലവിലില്ല. ഇപ്പൊ ലിയാഖത്ത് ഇനി ബാക്കിയുള്ള കാര്യം പറയുന്നത് ഒറ്റ മിനിറ്റ്. താങ്കൾ പറഞ്ഞു താങ്കൾ UA ലിങ്ക് അയച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ലിങ്ക് കാണിച്ചു തന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് സംവാദത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുക. ഇതാണോ സംവാദം? പിന്നെ ഓൺലൈനിൽ സംവാദത്തിന് പറഞ്ഞിട്ടുണ്ടോ? നുണകൾ മാത്രം. അതിന്റെ ഡേറ്റ് പറഞ്ഞേ. നുണയാണ് ലിയാഖത്തെ. വേറൊരു ചാനൽ ഇപ്പൊ തന്റെ ചാനൽ എത്ര വിടലായിരിക്കും? ഇതൊക്കെ സഹിക്കണം, ആൾക്കാരെ സഹിക്കണം. പാവങ്ങളായിരിക്കും അല്ലേ? എന്നാണ് സ്ക്രീൻഷോട്ട്? ഫ്രൈഡേ വെള്ളിയാഴ്ച അയച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര മണി? വെള്ളിയാഴ്ച. അതിപ്പോ സമയം ഈ വരുന്ന ഞായർ വൈകുന്നേരം 7 മണിക്ക് അടിമത്തവും ഇസ്ലാമും ആധുനികതയിലും എന്ന വിഷയത്തിൽ നുണയല്ല. നിങ്ങൾ അയച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല സംവാദത്തിന്. എങ്ങനെയാ സുഹൃത്തെ? ഞാൻ സംവാദത്തിന് വരുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ ഓൺലൈൻ സംവാദത്തിന് നോ ലിയാഖ്, എന്റെ ഫോട്ടോ നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ സംവാദത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ആളുകൾ. എന്റെ ഫോട്ടോ ആരാ പറഞ്ഞ? ബാസിലുമായിട്ട് സംവാദം തീരുമാനിച്ചിട്ടില്ലല്ലോ. അത് പറയാൻ വേണ്ടി ബാസിൽ ഫോൺ കട്ട് ചെയ്ത് ഓടി. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂ? പേടിയോ? സംവാദം പരിപാടി ലിയാഖത്ത് വന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. 1.5 മണിക്കൂറാണ് ആകെ സംവാദം. ഇതേ സാധനം സംവാദം. ഈ ചെങ്ങായി ആളുകളൊന്നും പരിഗണിച്ചു. അബ്ദുള്ള ബാസിൽ സംവാദത്തിന് തയ്യാറായാൽ സംവാദം. പൊന്നു സഹോദരൻ തയ്യാറാണ്. എങ്ങനെ ഇപ്പൊ തയ്യാറാവുക? ഞാനിതാ ഇവിടെ തയ്യാറായി. ശരി, അപ്പൊ നമുക്ക് ജാനുവരി 5 കോഴിക്കോട് കാണാം. അബ്ദുള്ള ബാസിൽ തയ്യാറാണെങ്കിൽ നമുക്ക് അന്ന് അവിടെ വിശദമായി സംവാദം. പിന്നെ ഇതേ ഉടായി നിങ്ങൾക്ക് ഓൺലൈൻ സംവാദത്തിന് ഫോം ഫില്ല് ചെയ്ത് വന്ന ഓൺലൈൻ സംവാദത്തിന് ഫോം ഫില്ല് ചെയ്ത് വന്ന ഷിഹാബുദ്ദീനോട് നിങ്ങൾ എന്താണ് കാണിച്ചതെന്ന് ഇവിടെയുള്ള ആൾക്കാർ മൊത്തം കണ്ടതാണ്. എന്താ കാണിച്ചത്?
ഷിഹാബുദ്ദീൻ മേത്തറുമായിട്ട് ഓൺലൈൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് പറഞ്ഞുതരാം അത് മുഴുവൻ ആൾക്കാർ കേൾക്കട്ടെ. ഓൺലൈൻ സംവാദത്തിന് ഈ ഡേറ്റ് ഫിക്സ് ചെയ്തത് ഏത് ഗ്രന്ഥം? ഇതെന്റെ കൈ ഇവിടെ വെക്കാനാ സുഹൃത്തെ, എന്റെ പൊന്നോ അങ്ങനെ ക്ഷമിച്ചിരുന്നു. എന്തായാലും ഇപ്പൊ നിങ്ങൾ വിചാരിച്ച സംവാദം നടക്കാൻ പോകില്ല. ഷിഹാബുദ്ദീൻ മേത്തറുമായിട്ട് സംസാരിക്കാൻ ആർക്കും പറ്റും. അല്ലെങ്കിൽ വിചാരിച്ചത് നിങ്ങളെ ലൈവ് ക്യാൻസൽ ചെയ്ത് ആ ലൈവ് ഇതിലേക്ക് ആഡ് ചെയ്യാനാണോ? അവിടെ പറയാനുള്ള സാധനമൊക്കെ ഇവിടെ പറയാനാണോ? അതിനുള്ള വേദി ഒരുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ലിങ്ക് എന്ന് പറയുമ്പോഴേക്ക് ലിങ്ക് എന്ന് കേൾക്കാൻ താങ്കൾ ആ താങ്കളുടെ വർത്താനം കേൾക്കാൻ ഞങ്ങൾ തീരെ സമയമില്ല. സമയം നിശ്ചയിച്ചിട്ടില്ല. താങ്കളുടെ വിഴുപ്പാക്കുള്ള കേൾക്കാൻ ഇവിടെ ആളുകൾക്ക് സമയമല്ല. ഇവിടെ മാന്യമായിട്ടുള്ള സംസാരം മലയാളത്തിലും ഇംഗ്ലീഷിലും അതേ പറ്റുള്ളൂ. ഞാൻ ഹിലാലിന്റെ അടുത്ത് ഈ ആഴ്ചത്തേക്കുള്ള മാന്യത പഠിച്ചത്. ആ ഹിലാലിനെ ഒന്ന് പിടിച്ചിരുത്തിക്കേ. നിയാക്കത്തെ സംവാദത്തിന് മുങ്ങും എന്ന് പറഞ്ഞിട്ട് ഹിലാൽ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. എന്ത് സംവാദം? മലപ്പുറത്ത് എന്ത് സംവാദം? നിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അവിടെ കേട്ടെ. ലിങ്ക് എന്ന് കേൾക്കുമ്പോൾ ലിംഗം എന്ന് പറയുന്ന ലിയാക്കത്ത്, ലിങ്ക് എന്ന് കേൾക്കുമ്പോൾ ലിംഗം എന്ന് പറയുന്ന ലിയാക്കത്തിന്റെ മാന്യത എനിക്ക് പറയുന്നത്. നിങ്ങൾക്ക് വളരെ വളരെ മോശമായിട്ട് അങ്ങനെ പുറത്തിടല്ലേ കേട്ടോ, പുറത്തിടല്ലേ അങ്ങനെ ചെയ്യല്ലേ. നിങ്ങളൊന്ന് പുറത്തിടല്ലേ, അയ്യോ പുറത്തിടല്ലേ, ഒന്നും പുറത്തിടല്ലേ, പുറത്തിടല്ലേ. എന്ത് എന്നെ അടുത്ത് പുറത്തിടല്ലേ എന്ന് എന്റെ അടുത്ത് പുറത്തിടല്ലേ എന്ന് പറയണത് തെറിയാണോ? നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവാതായോ? ഇപ്പൊ പത്തുവിൽ തയ്യാറുണ്ടോ? ഇവിടെ സംവാദമാണ് തയ്യാറുണ്ട്. അത് ചോദിക്കാനാണ് വന്നത്, അത് ചോദിക്കാനാണ് വന്നത്. ഷിഹാബുദ്ദീൻ മേത്തറോട് സംവാദം നടത്തിയ പോലെയാണ് നടത്താൻ പറ്റുള്ളൂ. ഞാൻ ജനുവരി സംവാദത്തിന് തയ്യാറുണ്ടോ? ഷിഹാബുദ്ദീൻ സംവാദത്തിന് തയ്യാറുണ്ട്. ഇപ്പോൾ ഇപ്പൊ താങ്കൾ ഒരു തടസ്സം പറഞ്ഞു ഷിഹാബുദ്ദീൻ പറഞ്ഞു തരാം. എന്താ തടസ്സം ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. എന്താ തടസ്സം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൺലൈൻ സംവാദത്തിന് തയ്യാറായി ഫോം ഫില്ല് ചെയ്ത് വന്ന ഇൻഫിഡൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു ചാനലിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഷിഹാബ് വരാം എന്ന് പറഞ്ഞതും അവർ പരസ്യമായിട്ട് വീഡിയോ ചെയ്തതും അതെല്ലാവരും കണ്ടതുമാണ്. അവർ ഫോം ഫില്ല് ചെയ്തതിന്റെ ഫോട്ടോയും എല്ലാവരോടും പറഞ്ഞിരുന്നതാണ്. അന്ന് അവർ സജസ്റ്റ് ചെയ്തിരുന്ന 2 ഡേറ്റുകൾ നിങ്ങൾ ആളുകളെ കബളിപ്പിച്ച് നിങ്ങൾ 2 ദിവസം മുമ്പ് മാത്രം ഒരു പരിപാടി ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളോട് ഓൺലൈൻ സംവാദത്തിന് തയ്യാറായി വന്ന ആളുകളെ വെയിറ്റ് ചെയ്യും കയറില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു നിങ്ങളുടെ നാട്ടില്. ഓക്കെ, ഒരാള് സംവാദമായാലും എല്ലാത്തിലും സംഭാഷണമായാലും ഒക്കെ ഒരേപോലെ സുഹൃത്തെ. ആരിഫിന്റെ ചാനൽ ഇടപെടുന്ന പറഞ്ഞ സംവാദം നടക്കുമ്പോഴാ നുണ പറയണ്ടേ? നിങ്ങൾ നമ്മളെല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് മനസ്സിലായി. ഓൺലൈൻ സംവാദത്തിന് ഓൺലൈൻ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷിഹാബുദ്ദീൻ മേത്തർ നിങ്ങൾ പറഞ്ഞ ഫോർമാറ്റിൽ ഫോം ഫില്ല് ചെയ്ത് വന്ന ആളെ നിങ്ങൾ കബളിപ്പിക്കുകയും നിങ്ങളെ കാണികളെ നിങ്ങൾ പറ്റിക്കുകയും വിശ്വാസികളെ നിങ്ങൾ വഞ്ചിക്കുകയും സ്വയം ആത്മവഞ്ചന ചെയ്യുകയും ചെയ്ത നുണയന്മാരാണ് നിങ്ങൾ.
താങ്കൾ താങ്കളുടെ ചാനൽ മോഡിലേക്ക് പോകുന്നുണ്ട്. വളരെ ലളിതമായിട്ട് ആളുകളെ കേട്ട ആളുകളാണ്. ഈ ആളുകളെ അവതരിപ്പിക്കാൻ പറ്റില്ല. താങ്കളുടെ ചാനൽ നോണ മോഡിലേക്ക് വരുമ്പോൾ താങ്കൾ അങ്ങനെ അതുപോലെ നോണ പറയും. ഈ വീഡിയോ മുഴുവനായിട്ട് വളരെ വ്യക്തമായ ആളുകൾ എന്താണ് ഈ താങ്കൾ പറയുന്ന ഷിഹാബുദ്ദീൻ മേത്തർ എന്ന് പറയുന്ന ആള്, ഷിഹാബുദ്ദീൻ മേത്തർ ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങളോട്, നിങ്ങൾ അഡ്രസ് ഷിഹാബുദ്ദീൻ മേത്തർ എന്ന് പറയുന്ന ആള് ആദ്യം ആരിഫാണ് ഞങ്ങൾ സംബന്ധിച്ച് മേത്തറിന്റെ പ്രസിദ്ധീകരണം. ഞങ്ങളെ ഞായറാഴ്ച അല്ലെങ്കിൽ ഏത് ഡേറ്റും ഏത് ഡേറ്റിനും താങ്കൾക്ക് ഡിബേറ്റിന് വരാമെന്ന് ഷിഹാബുദ്ദീൻ ഇങ്ങോട്ടാണ് പറഞ്ഞത്. ആ വോയിസ് അടക്കം ഞങ്ങളുടെ ആൾക്കാരെ കേൾപ്പിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ഏത് ഡേറ്റിനും ഞായറാഴ്ച അല്ലെങ്കിൽ ഏത് ഡേറ്റിനും വരാമെന്ന് പറഞ്ഞ ഞായറാഴ്ച വരണമെങ്കിൽ വരാം. എന്താണ് ഞായറാഴ്ച ഡേറ്റ് എടുക്കാനുള്ള കാരണം? ഞായറാഴ്ച ഡേറ്റ് എടുക്കാനുള്ള കാരണം ആരിഫ് ഇങ്ങോട്ട് ഒരാളാന്നുള്ളതാണ്. ഷിഹാബുദ്ദീൻ മേത്തറിനെ സംബന്ധിച്ച് ഈ ഡേറ്റ് പറ്റില്ലെങ്കിൽ പ്രശ്നമല്ല, ഇങ്ങോട്ട് വന്ന് പറയാം. താങ്കൾ ആരിഫിന്റെ പ്രതിനിധി അല്ലെങ്കിൽ താങ്കൾക്ക് പരസ്യമായിട്ട് പറയാം, താങ്കളുടെ ആരിഫിന്റെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാം. അദ്ദേഹം വന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ആരിഫ് പറഞ്ഞ ആളെന്നുള്ള അർത്ഥം ഞങ്ങൾക്ക് അവിടെ ആ ഡേറ്റിന് മുപ്പരെ ക്ഷണിക്കാനുള്ളത് മാത്രം ചെയ്തു. പറ്റില്ലെങ്കിൽ മാറ്റം എന്ന് പറഞ്ഞു. ഡേറ്റ് പറ്റില്ലെങ്കിൽ മാറ്റം എന്ന് പറഞ്ഞു. മൂപ്പരുടെ വോയിസ് കൂടെ കേൾപ്പിച്ചു. നിങ്ങളുടെ വോയിസ് പേപ്പർ എന്താ പറഞ്ഞിട്ടുള്ളത്? വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു, അന്ന് തീരുമാനിച്ച ഡിബേറ്റ് മാറ്റിവെച്ച് ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കാമെന്ന് ആ വ്യക്തി ഇങ്ങോട്ട് പറഞ്ഞ വോയിസും ആളുകൾ കേട്ടു. ഈ 8000 ആളുകൾ താങ്കൾക്ക് അവതരിപ്പിക്കാനില്ല. ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗെന്ന് കേൾക്കുന്ന ആളുകളാണ്. ഈ ആളുകളെ സംബന്ധിച്ച് അവർക്ക് വോയിസ് അവർ കേട്ടിട്ടുണ്ട്. ഈ ആളുകൾ കാണിച്ചെടുത്ത് സ്ക്രീൻഷോട്ട് അവർ വായിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാണ് ഷിഹാബുദ്ദീൻ മേത്തറിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നമല്ല. ഇനി എന്ന് താങ്കൾക്ക് ഡിബേറ്റിന് ഒരാൾ തടസ്സം? അല്ല, ഞാൻ എന്റെ ഒരു മിനിറ്റ്, ഞാനിത് കുറച്ച് നേരം കൊച്ചിയർക്കന്മാരൊക്കെ മാറിയിരിക്കും. എന്തായി കൊച്ചിയർക്കന്മാരൊക്കെ അടിക്കടി കയറി വന്നു? ഒരു മിനിറ്റ്. അതായത് 10, 40, 50 വയസ്സുള്ള ആളുകളായിട്ട് മാത്രമേ പുള്ളി പിന്നെ സംസാരിക്കുള്ളൂ. പുള്ളിക്ക് നമ്മൾ ഈ ലൈസൻസ് കാർഡൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. പറയുന്ന ആശയം എന്താണെന്നുള്ളത് അങ്ങോട്ട് എടുത്താൽ മതി. വയസ്സും പ്രായം നിനക്ക് അത്രമാത്രം അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് പോരും പാലക്കാട്, നമുക്ക് നേരിട്ട് കാണാം. എന്നിട്ട് നിനക്ക് വയസ്സും പ്രായം കാണിച്ചു തരാം. അപ്പൊ അവിടെ നിൽക്കും. നീ വേണ്ടാത്ത വർത്തമാനത്തിലൊന്നും പോവല്ലേ. പിന്നെ ഒരുപാട് മൂത്തിട്ടുണ്ട് ഇല്ലാക്കത്തില്ല. അതെന്താണെന്നറിയാം, ഈ മതവിരോധ മൂത്ത് വട്ടായി പോയതിന്റെ പ്രശ്നമാണ്. അതവിടെ നിൽക്ക്. നീ ഇവിടെ കാണിക്കുന്ന ഉടായ്പകളൊക്കെ നമുക്ക് ഓരോ ലിംഗം എന്ന് പറയുന്ന തന്നെ പോലെ ലിംഗം ആളുകളെല്ലാം അവിടെ നില്ലേ സംവാദത്തിനല്ലേ ഇവർ എത്ര നേരം വിളിച്ച്. അപ്പം മിണ്ടാതിരിക്കുന്ന നീ സംവാദം എന്ന് പറയുന്നത് അവിടെ നിക്ക് സഹോദര, അവിടെ നിക്ക് സഹോദര. നിങ്ങൾ ഈ ഫ്രസ്ട്രേഷൻ രോഗം കുറെ കാലമായിട്ടുണ്ട്. ലിയാഖത്ത് ഇവിടെ കടന്ന് പിന്നെ ഒന്നും അറിയാത്ത ആളുകളുമായിട്ടും അൺട്രെയിൻഡ് വണ്ണുമായിട്ടും ഒക്കെ കുറെ സംസാരിക്കാൻ അറിയാം. അതേസമയം നമ്മളെ പോലുള്ള ആള് ലിയാഖത്തിന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്ന ഫോൺ കോളുകൾ പോലും എടുത്ത് റെക്കോർഡ് ചെയ്ത് വിറ്റ് തിന്ന് വയറ് വീർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ലിയാഖത്തെ? ഞങ്ങളെ പോലെ ആളുകളുമായിട്ട് വരും നിങ്ങളുടെ മുമ്പിൽ ആർജവത്തോടെ നിങ്ങളോട് നേർക്ക് നേരെ മുഖാമുഖം ഇരുന്ന് സംസാരിക്കാനാണ് വിളിക്കുന്നത്. അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഈ മതവിദ്വേഷ പ്രകടനവും വർഗീയതയും സംഖ്യകൾക്ക് കാര്യം നോക്കി കൊടുക്കുന്ന ജോലിയും അതൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ ആദ്യം ഒന്ന് നേർക്ക് നേരെ ഇരുന്ന് സംസാരിക്കും. അതെ സഹോദര, ആളുകൾ തന്നെയാണ് യു എക്ക് ആവശ്യം. എന്നല്ല, ഇന്ത്യക്ക് തന്നെ യു എ പോലുള്ള ആളുകളാണ്. നിങ്ങളെ പോലെ 24 മണിക്കൂറും മതവിദ്വേഷവും വർഗീയതയും ഓൺലൈനിലും വന്നിരുന്ന് തിന്നും ജീവിക്കുന്ന ആളുകളല്ല. ഇനി മാന്യതയും പിന്നെ ചോദ്യം ചോദിക്കാൻ അവിടെ നില്ലില്ലാകത്തെ. നീ കുറെ നേരമായല്ലോ 1 മിനിറ്റ് തരും എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കട്ടെ, നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലേ,
ഞങ്ങൾ നിനക്ക് തരുന്ന ഔദാര്യമാണ് നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ വന്നൊരു കാര്യം ഒരു മിനിറ്റ് എന്താ നിങ്ങൾ സഹോദര 1 മിനിറ്റ് തരാം. മ്യൂട്ടിംഗ് ആണ്. ഞങ്ങളുടെ ചാനൽ ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് വരാത്തത്. നിങ്ങൾക്കുള്ള താങ്ക് യു ഷാഹുൽ. ഒരു താങ്ക് യു. ഓടി കണ്ടമണി ആ ചോദ്യം രണ്ടാമത്തെ ആള് പോയി. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല.